ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ലോക്സഭ പിരിച്ചുവിട്ട രാഷ്ട്രപതി. ഉത്തരം ഓപ്ഷൻ ബി. ആരാണ്? KR നാരായൺ. മഡീബ എന്നറിയപ്പെടുന്ന ദേശീയ നേതാവ്. ഉത്തരം ആരാണ്? ഓപ്ഷൻ സി ആണ്. ആരാണ്? നമുക്കറിയാം, നെൽസൺ മണ്ടേല. ആരാണ്? നെൽസൺ മണ്ടേല. ഭഗത് സിംഗിന്റെ സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്നത്. ശരിയായ ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ. എവിടെയാണ്? ലാഹോറിലാണ്. ഇന്ത്യയിൽ ആദ്യമായി അച്ചടി നടന്ന സ്ഥലം ഏതാണ്? ഓപ്ഷൻ സി. എവിടെയാണ്? ഗോവയിലാണ്. ഇന്ത്യയിലെ മൂന്നാമത്തെ വനിതാ വിദേശകാര്യ സെക്രട്ടറി. അപ്പൊ ആരാണത്? സുജാത സിംഗ്. ISROയുടെ ആസ്ഥാനത്തിന്റെ പേര്. ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്. അന്തരീക്ഷ ഭവൻ. ഏത് ബഹിരാകാശ യാത്രികയുടെ പേരിലാണ് നാസയുടെ ബഹിരാകാശ പേടകമായ ഗ്രെയിൻ വീണ സ്ഥലം അറിയപ്പെടുന്നത്? നമുക്കറിയാം, ഏതായിരിക്കും ഇവിടെ ഉത്തരം? ഓപ്ഷൻ ഡി ആണ്. 2012 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചത് ഏത് രാജ്യത്തിലെ പ്രസിഡന്റിനാണ്? ഇവിടെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ഏതാണ്? ലൈബീരിയ. ഹോർത്തൂസ് മലബാർക്കസ് ഏത് ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്? അപ്പൊ ഏത് ഭാഷയിലാണ്? ഓപ്ഷൻ ബി ഏതാണ്? ലാറ്റിനാണ്. അടുത്ത നോക്കേ, ചിറ്റഗോങ് പട്ടണം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന രാജ്യം എവിടെയായിരിക്കാം? ഓപ്ഷൻ എ. എവിടെയാണ്? ബംഗ്ലാദേശിലാണ്. അടുത്തത്, പ്രകാശത്തിന്റെ വേഗത ആദ്യമായി അളന്നത് ആരായിരിക്കും? ഓപ്ഷൻ സി ആണ്. ആരാണത്? റോമറാണ്. ആന്റാസിഡായി ഉപയോഗിക്കുന്ന ഒരു രാസവസ്തു അല്ലേ? അപ്പോൾ ഓപ്ഷൻസ് നോക്കേ. അപ്പോൾ ഇതിൽ ഏതായിരിക്കാം ശരിയായ ഉത്തരമെന്ന് പറയുന്നേ? ഓപ്ഷൻ എ. ഓപ്ഷൻ എ ഏതാണ്? കാൽസ്യം കാർബണേറ്റ്. അടുത്ത് നോക്കേ, 2D അല്ലേ? 2D എന്ന വ്യാവസായിക നാമത്തിൽ അറിയപ്പെടുന്ന രാസവസ്തു ഏത് വിഭാഗത്തിൽ പെടുന്നു? അപ്പൊ ഏതായിരിക്കും ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ ബി. നമുക്കറിയാം, ഏതാണ്? കീടനാശിനി. അടുത്തത്, ഒരു ന്യൂട്രോൾ ഉള്ള ഹൈഡ്രജന്റെ ഐസോടോപ്പ്. അപ്പോൾ ഇവിടെ ഏതായിരിക്കാം ഉത്തരമായിട്ട് വരുന്നത്? ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഏതാണ്? ഡ്യൂട്ടീരിയം. അടുത്ത് നോക്കേ, ഹെപ്പറ്റൈറ്റിസ് ബി പകരുന്നത്. അപ്പൊ ഏതായിരിക്കാം ഇവിടെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത്? ഓപ്ഷൻ സി ആണ്. രക്തത്തിലൂടെയും ശരീരദ്രവങ്ങളിലൂടെയും. അടുത്ത് നോക്കേ, ഉരുളക്കിഴങ്ങ് പച്ച നിറമാകുമ്പോൾ അതിലുണ്ടാകുന്ന വിഷപദാർത്ഥം ഏതായിരിക്കും? ഓപ്ഷൻ ഡി ആണ്. ഏതാ? സൊളാനിൻ. ഏതാണ്? സൊളാനിൻ. അടുത്ത് നോക്കേ, ഉറക്കത്തെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ. അപ്പൊ ഏതായിരിക്കും ഉത്തരം ഇവിടെ? ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ഏതാണ്? ഹൈപ്പനോളജി. പാലിന്റെ pH മൂല്യം അല്ലെ? ഇതിന്റെയാണ് പാലിന്റെ pH മൂല്യമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഏതായിരിക്കാം ഉത്തരം? ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി. അടുത്ത് നോക്കേ, കുതിരയുടെ ഉയരം അളക്കുന്ന യൂണിറ്റ് ഏതാണ്? കുതിരയുടെ ഉയരം അളക്കുന്ന യൂണിറ്റ് ഏതെന്നാ ചോദിച്ചിരിക്കുന്നത്? ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഹാൻഡ്. ജലത്തിൽ ഏറ്റവും ലയിക്കുന്ന വാതകം. അപ്പൊ ജലത്തില് ഏറ്റവും ലയിക്കുന്ന വാതകം ഏതെന്നാ ചോദിച്ചിരിക്കുന്നത്? അപ്പൊ ഏതായിരിക്കാം ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി ആണ്. അമോണിയ. ഓപ്ഷൻ ഡി അമോണിയ. അടുത്ത നോക്കി, ബ്രിട്ടീഷ് ഇന്ത്യയെ ചക്രവർത്തിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാക്കിയ വർഷം.
ഓപ്ഷൻ നോക്ക്, ഏതായിരിക്കും ഇവിടെ ഉത്തരമായിട്ട് വരുന്നേ? ഏതാ? 1858 അല്ലേ? 1858. നമുക്കറിയാം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലെ ഭരണമൊക്കെ അവസാനിപ്പിച്ച ഏത് വർഷമാണ്? 1858 ശേഷം വിക്ടോറിയ രാജ്ഞി എന്ത് ചെയ്യുന്ന ഇന്ത്യയുടെ ഭരണം, ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭരണം പൂർണ്ണമായിട്ട് ഏറ്റെടുക്കുന്ന അവരൊരു പ്രൊക്ലമേഷൻ, ഒരു വിളംബരമൊക്കെ കൊണ്ടുവരുന്നു അല്ലേ? ഓക്കെ, അടുത്ത് നോക്കേ, ഇന്ത്യയിൽ 1ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം. അപ്പൊ ഇവിടെ ഉത്തരം ഏതായിരിക്കും? 1ാം പഞ്ചവത്സര പദ്ധതിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഏതാണ് ഇവിടെ ഉത്തരം എന്ന് പറയുന്നത്? ഓപ്ഷൻ സി അല്ലേ? ഓപ്ഷൻ സി. വാറ്റ് എന്ന പേരിൽ വിൽപ്പന നികുതി ഇന്ത്യയിലെ ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലും ഏർപ്പെടുത്തിയ വർഷം ഏത് വർഷമായിരിക്കും? ഓപ്ഷൻ എ ആണ് 2005. ഏതാണ്? 2005. ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്ക്, ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്ക് ഏതാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഓപ്ഷൻ ബി ആണ്. ഏതാ? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. മംഗളവനം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അപ്പൊ എവിടെയായിരിക്കും സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ബി ആണ്. അതെവിടെയാണ്? എറണാകുളം. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ജലസംഭരണിയിൽ ഏതു നദിയിലെ ജലമാണ് സംഭരിക്കപ്പെടുന്നത്? ഓപ്ഷൻ ഏതായിരിക്കും? ഓപ്ഷൻ എ. ഉത്തരം ഏതാണ്? പെരിയാറ്. കേരളത്തിലെ വനഭൂമി ഇല്ലാത്ത ജില്ല നമുക്കറിയാം അല്ലേ? ഏതായിരിക്കും അന്നേരം? ഏതാണ്? ആലപ്പുഴ ജില്ലയല്ലേ? ഓപ്ഷൻ സി, ആലപ്പുഴ. ഇന്ത്യൻ യൂണിയൻ പ്രസിഡന്റ് തൽസ്ഥാനം രാജിവെക്കണമെന്ന് തീരുമാനിച്ചാൽ രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ആർക്കാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ നോക്കേ, ഇവിടെ ഏതായിരിക്കാം ഉത്തരമായിട്ട് വരുന്നേ? ഉത്തരം ഏതായിരിക്കും? ഓപ്ഷൻ സി ആണ്. ഏതാ? ഇന്ത്യൻ യൂണിയൻ വൈസ് പ്രസിഡന്റ്. വിനോദസഞ്ചാര കേന്ദ്രമായ ബേക്കൽ കോട്ട ഏത് ജില്ലയിലാണ്? നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ? നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യവും ഉത്തരവല്ലേ ഇത്? അപ്പം ഏതായിരിക്കും ഉത്തരം എന്ന് പറയുന്നത്? ഏതാണ്? ഓപ്ഷൻ ഡി. എവിടെയാ? കാസർഗോഡ്. ജനങ്ങളുടെ അധ്യാത്മ വിമോചനത്തിന്റെ അധികാര രേഖയായ സ്മൃതി എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഏതിനെയാണ്? നമുക്കറിയാമല്ലോ, ഏതിനെയായിരിക്കും വിശേഷിപ്പിച്ചത്? ഏതിനെയാണ് വിശേഷിപ്പിച്ചത്? ക്ഷേത്രപ്രവേശന വിളംബരത്തെ അല്ലേ? ഏതിനെയാണ്? ക്ഷേത്രപ്രവേശന വിളംബരത്തെ. ഇന്ത്യയിലെ ആദ്യത്തെ ബാല സൗഹൃദ ജില്ല, ഇന്ത്യയിലെ ആദ്യത്തെ ബാല സൗഹൃദ ജില്ല ഏതാണ്? ഉത്തരം എറണാകുളമാണ്. ഓപ്ഷൻ ബി ആണ്. ഇന്ത്യയിൽ പ്ലാനിംഗ് കമ്മീഷൻ ആദ്യമായി നാഷണൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച വർഷം ഏത് വർഷമായിരിക്കും? ഓപ്ഷൻ നോക്കേ, ഏത് വർഷമായിരിക്കും? 2001 അല്ലേ? ഏത് വർഷമാണ്? 2001. ഏത് വ്യക്തിയുടെ സ്വാധീനത്തിലാണ് ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാനം ആരംഭിച്ചത്? നല്ല ചോദ്യമാണല്ലേ? അപ്പോൾ ആരായിരിക്കും ഉത്തരം? ഓപ്ഷൻസ് നോക്കേ. ആരാ? ഓപ്ഷൻ സി ആണ്. ഹെൻറി ഡേവിഡ് തോറോ. ഇന്ത്യയുടെ പതാക സാർവദേശീയ വേദിയിൽ ആദ്യമായി ഉയർത്തിയ വനിത നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ആരാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്? മാഡം കാമയാണല്ലേ? അടുത്ത് നോക്കേ, കേരളത്തിൽ ആദ്യമായി ടെലിവിഷൻ പരിപാടി സംപ്രേഷണം ചെയ്യാൻ തുടങ്ങിയ സ്ഥലം ഏതാണ്? ഓപ്ഷൻസ് നോക്കേ, ഏതായിരിക്കാം ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്? തിരുവനന്തപുരം അല്ലേ? നമുക്കറിയാം ഏതാണ്? തിരുവനന്തപുരം. അടുത്ത് നോക്കേ, CDS കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റി ഏത് സംവിധാനവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻസ് നോക്കേ, ഏതായിരിക്കാം ഇവിടെ ഉത്തരമായിട്ട് വരും? നമുക്കറിയാമല്ലോ, ഏതാണ്? കുടുംബശ്രീ ആണ് അല്ലേ? ഏതാണ്? കുടുംബശ്രീ. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായ ജോലിക്ക് തുല്യ വേതനം ഉറപ്പുവരുത്തണമെന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗത്ത് വ്യവസ്ഥ ചെയ്തിരിക്കുന്നു? അപ്പൊ ഇവിടെ ഏതായിരിക്കാം ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ ബി, നിർദ്ദേശക തത്വങ്ങൾ. റഷ്യൻ സഹായത്തോടെ നിർമ്മാണം പൂർത്തിയാക്കിയ ഇന്ത്യയിലെ ആണവ നിലയം ഏതാ? ഓപ്ഷൻ ഡി. ഏതാ? കൂടംകുളം. 1857 അവസാനത്തെ മുഗൾ ചക്രവർത്തി ബഹദൂർ ഷാ രണ്ടാമനെ അഥവാ ബഹദൂർ ഷാ സഫറിനെ നാടുകടത്തി. പിന്നീട് മരിക്കുന്നത് വരെ തടവിൽ പാർപ്പിച്ചത് എവിടെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം എവിടെയായിരിക്കും? ബർമയിലാണ്. എവിടെയാണ്?
ബർമയിലാണ്. അടുത്ത ചോദ്യം നോക്കി. ജാലിയൻ വാലാബാഗ് ദുരന്തത്തിൽ പ്രതിഷേധിച്ച് സർപദവി ഉപേക്ഷിച്ചത് ആര്? നമുക്കറിയാം ആരാണ് സർപദവി തിരിച്ചു കൊടുത്തത്? ടാഗോർ ആണ്. ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ്. അടുത്തത് ചേരിചേരാ പ്രസ്ഥാനം നാം നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് രൂപം കൊണ്ടത് ഏത് സമ്മേളനത്തിൽ വെച്ചാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ബെൽഗ്രേഡ് സമ്മേളനം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് നിക്ഷേപം ഉള്ളത് ഏത് ജില്ലയിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ബോക്സൈറ്റ് നിക്ഷേപം ഏത് ജില്ലയിലായിരിക്കും ഏറ്റവും കൂടുതലായിട്ടുള്ളത്? കാസർഗോഡ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ആദ്യമായി നിർമ്മിക്കപ്പെട്ട ജലഗതാഗത കനാല് ഏതെന്നാ ചോദിച്ചത്? അപ്പൊ ജലഗതാഗത കനാല്. അപ്പൊ ഓപ്ഷൻസ് നോക്കി. ഇവിടെ ഏതായിരിക്കാം ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ സി. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ സ്ഥാപിച്ചത് എവിടെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്? അപ്പോൾ എവിടെയായിരിക്കും? അത് ബാംഗ്ലൂരാണ്. കേരളത്തിലെ ഏത് ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ടാണ് ജനഹിത പരിശോധന നടന്നത്? ഓപ്ഷൻ എ വൈക്കം ക്ഷേത്രം. 1585 1598 കാലഘട്ടത്തിൽ മുഗൾ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരി ഏതായിരുന്നു? അപ്പോൾ ഈ സമയത്ത് ഏതായിരിക്കാം? നമുക്ക് ഓപ്ഷൻ നോക്കുമ്പോൾ നമുക്കറിയാം അല്ലേ? ഏതായിരിക്കും ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്? ഫത്തേപൂർ സിക്രിയാണ്. ഫത്തേപൂർ സിക്രി. ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ റെയിൽ പദ്ധതി ആരംഭിച്ചത് എവിടെയാണ്? എവിടെയായിരിക്കും ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ അല്ലേ? ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ അല്ലേ? അപ്പൊ എവിടെയായിരിക്കും അത്? എവിടെയായിരിക്കും? ഓപ്ഷൻസ് നോക്കിയേ. കൊൽക്കത്തയിലാണ്. 1925 മഹാകവി രവീന്ദ്രനാഥ് ടാഗോറിന്റെ സെക്രട്ടറി PN ടാഗോർ എന്ന പേരിൽ അദ്ദേഹത്തോടൊപ്പം ജപ്പാനിലെത്തിയ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനി. ഇവിടെ നോക്കിയേ. 50ാമത്തെ ഓപ്ഷൻ നമുക്ക് നോക്കുമ്പോൾ അറിയാം ആരാണ് ഉത്തരമായിട്ട് വരുന്നത്? രാഷ് ബിഹാരി ബോസ്.